നമസ്കാരം. ഇന്ന് നമ്മളോടുള്ള അതിഥി കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീറാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ പാർലമെൻ്ററി കോൺഫറൻസിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ടാണോ ഓസ്ട്രേലിയയിൽ? അതെ, ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ 2-3 ദിവസമായി ഓസ്ട്രേലിയനൊരു എക്സ്പീരിയൻസ്. 2-3 ദിവസം നമ്മൾ മലയാളികളെ കണ്ടു, ഓസ്ട്രേലിയൻസിനെ കണ്ടു. എങ്ങനെയുണ്ട് ഒരു ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ്? വളരെ നല്ല അനുഭവമാണ്. കാരണം ഇന്ത്യയേക്കാൾ 4 ഇരട്ടി ഭൂമിശാസ്ത്രപരമായിട്ടും അതേസമയം ഇന്ത്യയുടെ ജനസംഖ്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവുള്ള രാജ്യമാണ്. അപ്പോൾ വളരെ നല്ല രാജ്യമായിട്ടാണ് തോന്നിയത്. ജനങ്ങൾ നന്നായി ഇടപെട്ടു. അപ്പോൾ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ നല്ല നിലയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പങ്കാളിത്തം കൂടുന്നുണ്ട്. പൊതുവിൽ നല്ലൊരു അനുഭവമാണ് ഈ 3 ദിവസം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഈ പാർലമെൻ്ററി കോൺഫറൻസ്? അത് എത്രയധികം രാജ്യങ്ങളിൽ നിന്ന് എത്രയധികം ഡെലിഗേറ്റ്സ് ഉണ്ട്? അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്താണ് ഓസ്ട്രേലിയയിൽ? ഇപ്പോൾ സിഡ്നിയിൽ 241 വോട്ടിംഗ് റൈറ്റുള്ള അംഗങ്ങളുണ്ട് 100 രാജ്യങ്ങളിൽ നിന്ന്, കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്ന്. ഒപ്പം വിവിധ ഒഫീഷ്യൽസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ സംഘമാണ്. ലോകത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ അവിടെ കാണാൻ സാധിക്കും. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്നും അങ്ങനെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നായി ആളുകൾ ആ രാജ്യത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഫറൻസ് ഒരു വ്യത്യസ്ത കൾച്ചറുകളുടെ ഒരു സംഘമാണ്. എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം? ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സ് എന്താണ്, ടേക്ക് അവേ എന്താണ് അതിൻ്റെ അകത്തു നിന്നുള്ള? ഈ പാർലമെൻ്ററി ഡെമോക്രസി ശക്തിപ്പെടുത്തുക, ഓരോ രാജ്യങ്ങളിലെയും പാർലമെൻ്ററി പ്രാക്ടീസസ് ജനങ്ങളെ പരിചയപ്പെടുത്തുക, ഓരോ രാജ്യങ്ങളെ പരിചയപ്പെടുത്തുക. ഒപ്പം ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും റീസെൻ്റായ പല ഇഷ്യൂസിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പങ്കെടുത്തൊരു സെഷൻ AI കുറിച്ചായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതെങ്ങനെ പാർലമെൻ്ററി പ്രാക്ടീസിനകത്ത് ഉൾപ്പെടുത്താം, അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് വളരെ സജീവമായി ചർച്ച ചെയ്തത്. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഈ വ്യത്യസ്ത സെഷനുകളിലായി വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചും ഒപ്പം ലോകത്താകെ ജനാധിപത്യവും ഇക്വാളിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചയാണ് ഈ 3 ദിവസങ്ങളായി ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇങ്ങനെയുള്ള കൂടുതൽ കോൺഫറൻസുകളൊക്കെ നടക്കുന്നതിൽ പ്രധാനപ്പെട്ട പല പ്രയോജനങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ അതിനകത്തൊരു മേജർ ശക്തിയാണ്. ഇന്ത്യയിലൊരു മേജർ രാജ്യം ആളുകൾ പങ്കെടുക്കും. നല്ലൊരു ഡെലിഗേഷൻ തന്നെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പീക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ ഞങ്ങളുടെ ഡെലിഗേഷൻ ലീഡർ അനുരാഗ് ശർമ്മ എന്ന് പറയുന്ന MP ആണ് UP എന്നുള്ള. അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP മാരും സ്പീക്കേഴ്സും അടങ്ങുന്ന ഒരു വലിയ ഡെലിഗേഷനാണ് ഇന്ത്യയിൽ വന്നിട്ട്. ഞങ്ങളുടെ ലീഡർ അനുരാഗ് ശർമ്മയാണ്. അപ്പം ഈ നമുക്ക് കേരളത്തിൽ ഇപ്പം ലോക കേരള സഭ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണോ? അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുമോ ഈ ഒരു ഇതുപോലെയുള്ള കോൺഫറൻസുകളൊക്കെ? അതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അത് ലോകത്തെമ്പാടുമുള്ള 100 രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ ഒരു കോൺക്ലേവാണ്. ലോകത്തെവിടെയെല്ലാം മലയാളി ഉണ്ടോ ആ മലയാളികളെ സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവാണ് ഈ ലോക കേരള സഭ. ലോക കേരള സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. അതും നല്ല വിജയമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇപ്പോൾ 100 രാജ്യം പിന്നിട്ട് 103 രാജ്യങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷനാണ് ഈ കഴിഞ്ഞ ലോക കേരള സഭയിൽ ഉണ്ടായിട്ടുള്ളത്. മലയാളി ലോകത്തെവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെ നല്ല ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊരു ആപത്ത് മലയാളിക്ക് വന്നാൽ അവരെ സഹായിക്കാനും ഈ കോൺക്ലേവിലൂടെ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഇനീഷ്യേറ്റീവാണ് അത്. കാരണം ലോക മലയാളികൾ തമ്മിലുള്ളൊരു നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തലാണ്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ആദ്യമായിട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ മലയാളികളെയൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഇന്ന് മലയാളികളുമായിട്ടുള്ളൊരു കൂട്ടായ്മ അഭിസംബോധന ചെയ്തു. അപ്പോൾ അവിടെ നിരവധി ചോദ്യങ്ങൾ വന്നു. അപ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു ഒരു വിദേശ മലയാളി അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയയിൽ വന്ന മലയാളികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു ഗ്രീറ്റ് ആൻഡ് മീറ്റ് എന്നുള്ളൊരു ഇവൻറ്റ് എങ്ങനെ വിലയിരുത്തുന്നു സ്പീക്കർ? മലയാളികൾ നല്ല നിലയിൽ തന്നെ കേരളത്തെ വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ കേരളത്തിൽ നടക്കുന്ന വളരെ സൂക്ഷ്മമായ ചലനങ്ങൾ പോലും മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്തൊക്കെ അവർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞ കാര്യം ഈ പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടിയ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിൽ ദുരന്തം അനുഭവിച്ചവരെ സഹായിക്കാൻ ഉൾപ്പെടെ ഓസ്ട്രേലിയയിലെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മലയാളികൾ കേരളത്തെ സ്നേഹിക്കുന്നു, ഓസ്ട്രേലിയയിലെ മലയാളികൾ. ഒപ്പം നാട് നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഒപ്പം അവരുടെ വിമർശനങ്ങൾ ഉൾപ്പെടെ അവരതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 2-3 ദിവസം ഇൻട്രാക്ട് ചെയ്തതിൽ നിന്ന് സ്പീക്കറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ പോളിസി മേക്കേഴ്സ് പല കാര്യങ്ങളും കാണണം വിദേശ രാജ്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ധ്വനിയിലുള്ളൊരു സംസാരം അങ്ങനെ ഒരു സംസാരം നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അതൊരു നല്ല അഭിപ്രായമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ പൊതുവിൽ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കാണാനും മനസ്സിലാക്കാനും അവസരം കിട്ടുമ്പം പോളിസി മേക്കേഴ്സ് അവസരം ഉണ്ടാക്കലല്ല, അവസരം കിട്ടുമ്പോഴെല്ലാം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതത് രാജ്യങ്ങൾ പോകുന്ന നല്ല അഭിപ്രായക്കാരനാണ് ഓരോ രാജ്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൽ നല്ല വശങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ, അതെ, നല്ല വശങ്ങൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാം. ഇപ്പോൾ ലോകം കറങ്ങുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ നാട്ടിലില്ലാത്ത കാര്യങ്ങൾ.
അത് എങ്ങനെ അപ്ലിക്കബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ എല്ലാം നടപ്പിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് അതിനകത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാതൃകകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഇത്തരം സന്ദർശനങ്ങളെ കൊണ്ട് സാധിക്കും. ഇപ്പം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗ്രീറ്റ് ആൻഡ് മീറ്റിൽ പറഞ്ഞു എല്ലാവരും കേരളത്തിൽ വരുമ്പോൾ നിയമസഭ വരണം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം. അപ്പോൾ ആ ഒരു ക്ഷണം വളരെ നല്ലൊരു ഒരു ക്ഷണമായിട്ട് തോന്നുന്നു. നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ആരും ചിന്തിക്കത്തില്ല, നമുക്ക് കേരളത്തിൽ വന്ന നിയമസഭ കാണാൻ പറ്റുമോ, അതിനുള്ള അവസരമുണ്ടോ, അങ്ങനെയൊക്കെ പലർക്കും അറിയില്ല. അപ്പം നിയമസഭയുടെ നാഥൻ എന്നുള്ള രീതിയിൽ അങ്ങ് ആ ഒരു ക്ഷണം എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന് വന്നിരുന്ന ആളുകളെല്ലാം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചതാണ്. അതിനുള്ളൊരു അവസരം എങ്ങനെയാണ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ? 3.5 കോടി മലയാളികളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി. ആ മലയാളികൾ കേരളം എന്താണെന്ന് അവരെ ഭരിക്കുന്ന ഭരണകൂടത്തെ നയങ്ങൾ തീരുമാനിക്കപ്പെടുന്ന കേന്ദ്രമാണ് നിയമസഭ. അപ്പോൾ ആ നിയമസഭ അവർ കാണുന്നത് നല്ലതാണ്, അവർക്കറിയാം ഇത്. പിന്നെ നിയമസഭ എന്താണ്, നിയമസഭയുടെ പ്രൊസീഡിങ്സ് എന്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ വരണം, കാണണം. ഇനി നടക്കാത്ത ഘട്ടത്തിലാണെങ്കിലും ഇതൊക്കെ കാണാനും നിങ്ങൾക്ക് കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് തരാൻ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ആ നിലയിൽ കാണാൻ നല്ലതാണ്. തങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ നയം രൂപീകരിക്കപ്പെടുന്ന കേന്ദ്രം എന്ന നിലയിൽ അത് കാണാൻ നന്നാവുന്ന അഭിപ്രായം എനിക്കുള്ളത്. വേറൊരു ചോദ്യം, നമ്മൾ നാട്ടിലുള്ള ഇപ്പം അങ്ങ് സ്പീക്കറായിട്ടിരിക്കുന്നു, അപ്പം നിരവധി എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട അംഗങ്ങളുമായിട്ടും വളരെയധികം ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള പുതിയ തലമുറ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പഴയ രീതിയിലൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ, ഇപ്പോൾ അത് വരുന്നുണ്ടോ അവർ, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയത്തോട് താല്പര്യമൊക്കെ ഉണ്ട്. എല്ലാവരും ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാവാൻ സാധിക്കണമെന്നില്ലല്ലോ. പൊതുവിൽ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട്, വിമുഖതയൊന്നുമില്ല. അവർ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. ചിലരാണെങ്കിൽ രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പൊതുവിൽ അവരെല്ലാം തന്നെ രാഷ്ട്രീയ പ്രവർത്തകന്മാരെയും ബഹുമാനത്തോടെ കാണുന്നത്. അപ്പോൾ അവരൊക്കെ തങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്നത്, അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോ മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പറയാനുണ്ടെങ്കിൽ നമുക്കതോടുകൂടി അവസാനിപ്പിക്കാം നമ്മുടെ ഈ ചെറിയ ഇൻ്റർവ്യൂ. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ എപ്രകാരമാണോ കേരളത്തെ സ്നേഹിക്കുന്നത്, എപ്രകാരമാണോ കേരളത്തിന് കരുതൽ നൽകുന്നത്, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ മലയാളികളും കേരളത്തോട് കരുതലും സ്നേഹവും കാണിക്കുന്നതിന് തർക്കമില്ല. കരുതലുണ്ടാവണം. ഏതൊക്കെ തരത്തിൽ നാടുമായി നിങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കും, അതിന് നിങ്ങൾ സഹകരിക്കാൻ മുന്നോട്ട് വരണം. അത്തരമൊരു സഹകരിക്കാനുള്ള മനസ്സ് നിങ്ങൾ പ്രകടിപ്പിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ സഹായ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഓസ്ട്രേലിയയിലെ മലയാളികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എവിടെ പോയാലും നമ്മുടെ മലയാളി എന്ന വികാരം നിങ്ങൾ കൈവിടരുത്. ഭാരതമെന്ന് കേട്ടാൽ തുടിക്കണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം രക്തം നമുക്ക് ഞരമ്പുകളിൽ എന്ന കവിതാശകലങ്ങളോടെയാണ് ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പിന്തുണയും കരുതലും കേരളത്തിലുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.